കാശ്മീരിൽ നടത്തേണ്ട തിരിച്ചടി എന്തായിരിക്കും എന്നാണ് നമ്മുടെ കേരളത്തിലെ മീഡിയ, നാഷണൽ മീഡിയ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താകും ഏതാകും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ രാത്രി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു അതിഥി ഉണ്ടായിരുന്നു. ആ അതിഥിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ മീഡിയ ഒന്നും എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ കേരളത്തിലെ മീഡിയ ഒക്കെ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അപ്ഡേറ്റുകൾ അവർ കൊടുക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രി പ്രധാനമന്ത്രിയുടെ വസതിയിൽ വന്ന ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി, ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും മോദി എന്ന് പറയുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അമിത്ഷാ എന്ന് പറയുന്നതായിരിക്കും, യോഗി ആദിത്യ എന്ന് പറയുന്നതായിരിക്കും, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതായിരിക്കും, ഏതെങ്കിലും സ്റ്റേറ്റിലെ പവർഫുൾ ആയിട്ടൊരു വ്യക്തിയുടെ പേര് പറയുമായിരിക്കും, അല്ലെങ്കിൽ അദാനിന്നോ അംബാനിന്നോ ഒക്കെ പറയുമായിരിക്കും. പക്ഷേ ഇതൊന്നും അല്ല. ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് വ്യക്തി നയങ്ങൾ തീരുമാനിക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ് ഏത് നയം സ്വീകരിക്കണം, പാർലമെൻറ്റിൽ ഏതെല്ലാം തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടുവരണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏത് രീതിയിലേക്ക് മുമ്പോട്ട് പോകണം, ആര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണം, ആര് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആകണം, ആര് ഇന്ത്യയുടെ രാഷ്ട്രപതി ആകണം, ആരൊക്കെ ഇന്ത്യയുടെ സ്റ്റേറ്റിൻ്റെ ഗവർണർമാരാണ്, ആരൊക്കെ സ്റ്റേറ്റ് ഭരിക്കണം, ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് RSSന്റെ ചീഫായിട്ടുള്ള മോഹൻ ഭഗവത്. ഇന്നലെ RSSന്റെ ചീഫായിട്ടുള്ള മോഹൻ ഭഗവത് മോദിയുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചയുണ്ട്. എത്ര പേര് അറിഞ്ഞു? ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പല മീഡിയയും എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള സത്യം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി, കാശ്മീരിനുള്ള മറുപടി എവിടെയോ എന്തോ ഈ രാജ്യത്തിന് പുറത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും നടന്നതിന് ശേഷം മീഡിയക്കാരതൊക്കെ അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം മോദി ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ BJPയുടെയൊക്കെ പല സീക്രട്ടും മീഡിയയ്ക്ക് ചോർന്ന് കിട്ടാറില്ല. ഇപ്പോൾ ആർട്ടിക്കിൾ 370 നിങ്ങൾ ഒരു ഉദാഹരണം നോക്കുക. ബില്ല് പാർലമെൻറ്റ് വരുമ്പോഴാണ് ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നത്. പാർലമെൻറ്റ് വരുമ്പോഴാണ് കേരളത്തിലെ മീഡിയ, നാഷണൽ മീഡിയയൊക്കെ ഇത് അറിയുന്നത്. ഇതിന് മുമ്പൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഇവരൊരു UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പല വഴിക്ക് ഈ സാധനമൊക്കെ ലീക്കായി പോകുമായിരുന്നു. പക്ഷേ ഇതിങ്ങനെയല്ല. ഇവരൊരു പാർലമെൻറ്റിലേക്ക് ഒരു നിയമം കൊണ്ടുവരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു നയങ്ങൾ കൊണ്ടുവരുന്നു. ഇത് നടപ്പിലാക്കുമ്പോഴാണ് പല ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേറെ അഭിപ്രായം കാണും, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു വ്യക്തി ആരാണ്? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ അത് മോദി ആവാം, അമിത്ഷാ ആവാം, രാഹുൽ ഗാന്ധി ആവാം, വേറൊരു വ്യക്തിയാവും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് മോഹൻ ഭഗവത് എന്ന RSSന്റെ ചീഫാണ്. കാരണം എന്താ പറയുക, മോദി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, മോദിയെ തിരഞ്ഞെടുത്തിരിക്കുന്ന RSS ആണ്. അല്ലാതെ ഈ രാജ്യത്തെ ഈ ക്യാബിനറ്റിലുള്ള ആൾക്കാരൊക്കെ ഈ RSSന് കീഴിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ BJP തന്നെ നോക്കുക, BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമാണ്. ഇതിൻ്റെയൊക്കെ വേര് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് നിൽക്കുന്ന ഒരു മരം മാത്രമാണ് BJP. ഇതിൻ്റെ അടിയിലൂടെ വേരെന്ന് പറയുന്നത് RSS ആണ്. ഇതിൻ്റെ ചീഫ് മോഹൻ ഭഗവത് ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുകയാണ്, ചർച്ച നടത്തിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ പല മീഡിയ എടുത്തെടുത്ത് വാർത്ത കൊടുക്കുന്നില്ലെന്നുണ്ട്. നാഷണൽ ന്യൂസൊക്കെ ഞാൻ നോക്കുന്നതിന് വാർത്ത വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ മീഡിയക്കാരൊന്നും വാർത്ത കേൾക്കുന്നില്ല. കേരളത്തിലെ മീഡിയക്കാർക്ക് ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും വാർത്ത കൊടുക്കുക. ഈ സമയത്തുള്ള ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃത്യമായ ഒരു കാര്യം പറയാം, രാജ്യത്ത് എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അത് എന്ത് തരത്തിലുള്ള മറുപടി ആയിരിക്കും എന്ന് നമുക്കിനി കാണേണ്ടതുണ്ട്. ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് കാശ്മീരിൽ നടന്ന വിഷയത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്. ആ മറുപടി കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട സമയത്ത് തന്നെ കൊടുക്കേണ്ടതുണ്ട്. നിലവിലെ മോദി ഗവൺമെൻറ് എനിക്കൊരു വിശ്വാസം എന്ന് പറയുന്നത് അടിച്ചാൽ തിരിച്ചടി ഉറപ്പാണ്. അത് നമ്മൾ പഴയ പോലെ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും ഇവർക്കില്ല. അടിച്ചാൽ തിരിച്ചടി കൊടുക്കും. അത് തന്നെയാണ് എനിക്ക് ഈ മോദി ഗവൺമെൻറ്റിനോടൊരു താല്പര്യം തോന്നാനുള്ള കാര്യം. സമയത്തൊരു എതിരഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, നമ്മളിപ്പം ഈ കാശ്മീർ വിഷയത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ നമ്മൾ പറയാൻ നേരത്ത് മറ്റ് ഗവൺമെൻറ്റിനെ കൂടെ കമ്പയർ ചെയ്യാൻ നേരത്ത് ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ രാഹുൽ ഗാന്ധി ആയിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവന്ന് ആ കാശ്മീർ പഴയ പോലെ തീവ്രവാദ ക്യാമ്പാക്കി വിട്ടേനെ. അപ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു പാകിസ്ഥാൻ്റെ പതാക ഉയർത്തൽ, ഇപ്പോൾ ആർമിക്ക് നേരെ കല്ലെറിയൽ. ഈ ഒരൊറ്റ പേരിൽ ഞാൻ ഫുൾ മോദി ഗവൺമെൻറ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി തള്ളി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സുരക്ഷാ വീഴ്ചയാണ്. ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ മോദി ഗവൺമെൻറ് ഒരു നയത്തിനോട് എനിക്ക് എതിർപ്പുണ്ട്. അഗ്നിവീർ പ്രോജക്റ്റിനോട് എനിക്ക് പൂർണ്ണമായി എതിർപ്പാണ്. ഒരു 3-4 വർഷത്തേക്ക് ഒരു ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു സൈനികരെ എടുക്കുക, അതിനുശേഷം പുറത്തേക്ക് പോവുക, ഈ ഒരു സ്കീമിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറുപ്പക്കാർ, ഒരു മിഡിൽ ക്ലാസ് ഒരു പയ്യൻ ഇന്ത്യൻ ആർമിയിലേക്കൊക്കെ പോകാൻ നേരത്തെ അവൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ, ഒരു ജോലിയാണ് ആദ്യത്തെ പ്രതീക്ഷ. രണ്ടാമതാണ് നമ്മുടെ രാജ്യസ്നേഹം. അതില്ലാതെ ഒരുത്തനും ആർമിയിലേക്ക് പോകുന്നില്ല. രാജ്യസ്നേഹം ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. അതോടൊപ്പം ഫാമിലിയെ നോക്കണം എന്നുള്ളൊരു പേരാണ്. അവനൊരു ഫാമിലി ഒന്ന് സെറ്റാക്കി വിടണം. പിന്നെ ഒരു 10-15 വർഷത്തെ സർവീസ് കഴിയാൻ നേരത്തെ കിട്ടുന്ന ആ ഒരു ആർമിക്കാരൻ എന്നുള്ള രീതിയിലുള്ള ലേബലുണ്ട്. ആ ലേബൽ വലിയ ഒരു ശക്തിയാണ്. അത് രാജ്യത്തെ പല സ്ഥലങ്ങളിലും നല്ല കഴിവും പ്രാപ്തിയുള്ള ചെറുപ്പക്കാരൊക്കെ ഇന്ത്യൻ ആർമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇവരൊക്കെ അഗ്നിവീർ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ബ്ലാങ്കായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരിക. ഒരു PSC എഴുതുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ ആർമിയിലേക്ക് ജോലിക്ക് കയറുന്നത്. ആർമിയോ ഇപ്പോൾ റണ്ണിങ് ആണെന്നുണ്ടെങ്കിലും ഫിസിക് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ജോലിയിലേക്ക് കിട്ടുന്നത്. അത് 3-4 വർഷത്തേക്ക്
എന്നുള്ള രീതിയിൽ ഇന്ത്യ പോലുള്ള രാജ്യം, ഞാൻ പറഞ്ഞ ഇന്ത്യ പോലുള്ള രാജ്യത്തെ കാര്യമാണ്, ഇന്ത്യ പോലെ ഇത്രയും ശത്രുക്കളുള്ള വലിയൊരു രാജ്യത്തൊക്കെ നമ്മളൊരു 4 വർഷത്തേക്കൊരു സൈനികരെ എടുത്തിട്ട് പിന്നെ പിരിച്ചു പോകുന്നൊരു പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ബഡ്ജറ്റിൻ്റെ പേരൊക്കെ ആയിരിക്കും, പക്ഷേ ആ ബഡ്ജറ്റിനപ്പുറത്തേക്ക് നമുക്ക് നല്ല കിട്ടിലും പിള്ളേരെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി പറയേണ്ടതുണ്ട്. അതുപോലെ ആർമിക്കാരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ഫാമിലി എന്നുള്ള രീതിയിലൊക്കെ ഒരു കോൺഫിഡൻസ്, അതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. 4 വർഷത്തേക്കൊക്കെ പല ആൾക്കാരും പിന്തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് CAPF കയറി കഴിഞ്ഞാൽ അവിടെ 16 വയസ്സ് വരെ ജോലി ചെയ്യാം. എല്ലാവരും ജോലി ചെയ്യുമ്പോൾ നമ്മളിപ്പം ഒന്നും വേണ്ട, രാജ്യസേവനം എന്നുള്ള രീതിയിൽ മാത്രമല്ലല്ലോ ആൾക്കാർ പോകുന്നത്. നമുക്കൊരു ഫാമിലി ഉണ്ട്, ഫാമിലി എന്നുള്ള രീതിയിൽ അവർക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടി നമ്മൾ പൊരുതി വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ അവർ നോക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ പലപ്പോഴും ഇപ്പം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പം അത് അഗ്നിവീർ പ്രോജക്റ്റിലും ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകുന്നവർക്ക് കൃത്യമായ രീതിയിൽ ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല, പഴയ പോലെ ആർമി എന്ന് പറയാൻ നേരത്ത് ആർമിയുടെ ഫുൾ ടൈം ആർമിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു 10-15 വർഷം എക്സ്പീരിയൻസ് കൂടിയാണ് ഒരു പട്ടാളക്കാരൻ്റെ എക്സ്പീരിയൻസ്. അതിപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 വർഷം കഴിയുമ്പോൾ അടുത്ത ആൾ വരും. അങ്ങനെ നമ്മളിപ്പം അത് ഒരു കാരണവശാലും എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്തോ നടക്കാൻ പോകുന്നു, രാജ്യത്ത് എന്തോ നടക്കാൻ പോകുന്നു. കാരണം കണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു വ്യക്തി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചിരിക്കുക. അവിടെ ആ പോയിന്റിൽ രാജ്യത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നു. എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.